ഇവർ തമ്മിലുള്ള ഈ പരിപാടി കാണുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടും പലപ്പോഴും എൻ്റെ പപ്പേനെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് പപ്പ മരിക്കുന്നത്. അതുവരെ എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരാനും എൻ്റെ അടുത്ത് കളിക്കാനും എന്നെ വഴക്ക് പറയാനും ഒക്കെ എൻ്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ബോണ്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ടുട്ടു അത്ര ഫ്രീ അല്ല, കാരണം ഞാൻ ഇച്ചിരി ടെററാണെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഇവരടിപൊളിയാണേ. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര എന്നെക്കാളും ഭയങ്കര കൂളാണ് ജിനു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിപ്പിക്കാനും ചില കാര്യങ്ങൾക്കൊക്കെ എന്നെക്കൊണ്ട് സാധിക്കാത്ത ജിനു വളരെ പുഷ്പം പോലെ നടത്തിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു സൂത്രം കൂടെ ഉണ്ട് കേട്ടോ. ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഈ രണ്ടുപേരും കൂടെ ഈ കണ്ണും തള്ളിയിരുന്ന് കാണുന്നത് എന്നാണെന്നറിയാമോ? സ്ട്രേഞ്ചർ തിങ്സാണ് കാണുന്നത്. അപ്പോൾ 2 പേർക്കും സിനിമ കാണുകയും ചെയ്യാം, അതിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കുക എന്നുള്ള ആ ഒരു കടമ്പ കടത്തിയെടുക്കുകയും ചെയ്യാം. കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ എല്ലാ പേരൻസ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ് ഈ ഫുഡ് തീറ്റിക്കുക എന്നുള്ളത്. ഇത് ഈസിയായിട്ട് നടത്തിയെടുക്കുന്നത് ഈ ഒരു വഴി കൂടിയാണ്. പിന്നെ എപ്പോഴും ഞങ്ങൾ TV കൊടുക്കാറില്ല കേട്ടോ. TVക്കൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ടുട്ടുവിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ ജിനുവിനും കൂടെ കാണണം. ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് കാണുന്നത്. ഞാനിപ്പം പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനത്തെ സീരീസും വന്നിട്ട് എന്നെ കാണിക്കാറില്ല. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് എപ്പോഴും എനിക്ക് നല്ല രീതിയിൽ ജലസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സെയിം ടൈമിൽ ഹാപ്പിയാണ്. ദൈവം എന്നും ഇതുപോലെ ഇരുത്തട്ടെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. നല്ലതല്ലേ? പെമ്മക്കല്ലേലും അമ്മമാരെക്കാളും അടുപ്പം എപ്പോഴും അപ്പന്മാരുടെ അടുത്തായിരിക്കും അല്ല.